ഗുഡ് മോർണിംഗ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ കോമ്പിനേഷണൽ സർക്യൂട്ട്സിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്, ഈ അവറിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഡിസൈൻ ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിസൈൻ ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ബേസിക് ആയിട്ടുള്ളൊരു നമ്മുടെ കോമ്പിനേഷൻ സർക്യൂട്ട്, ലോജിക് സർക്യൂട്ട് എങ്ങനെ വരിക എന്നുള്ളത് അല്ലേ? എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ലോജിക് സർക്യൂട്ട്സ്, കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്, n ഇൻപുട്ട്സ് ഒരു ലോജിക് സർക്യൂട്ടിൽ കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും? m ഔട്ട്പുട്ടാണ് കിട്ടുന്നത് അല്ലേ? m ഔട്ട്പുട്ട്സ് കിട്ടും. n എത്രയാവാം? m-ഉം എത്രയാവാം അല്ലേ? ഇപ്പം n2 ആണ്, m2 ആണ്, n3 ആണ്, m2 ആവാം. അങ്ങനെ ഒരു സ്പെസിഫൈഡ് n ഇൻപുട്ട്സ് ആൻഡ് m ഔട്ട്പുട്ട്സ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സിന്റെ ബേസിക് ഡയഗ്രാം എന്ന് പറയുന്നത്. എന്താ ഇതിനകത്ത് പറഞ്ഞത്? When logic gates are connected together to produce a specified output for certain specified combination of input variables അല്ലേ? ഒരു സ്പെസിഫൈഡ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് വാരിയബിൾസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു certain number of എന്ത് കിട്ടും? സ്പെസിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് നോക്കാം. ഡിസൈൻ ടൈപ്സ് ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. ഫസ്റ്റ് ആഡർ, സബ്ട്രാക്ടർ, മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സർ, എൻകോഡർ, ഡീകോഡർ. ഇത്രയാണ് ബേസിക് ടൈപ്സ് ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. ആഡർ, സബ്ട്രാക്ടർ, മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സർ, എൻകോഡർ, ഡീകോഡർ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ആഡർ ആൻഡ് സബ്ട്രാക്ടർ മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സർ, എൻകോഡർ, ഡീകോഡർ ഒന്നും നമ്മുടെ സിലബസിലില്ല. അപ്പോൾ ആഡർ ആൻഡ് സബ്ട്രാക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആഡേഴ്സ് ആണ് പറയുന്നത്. ആഡേഴ്സിൽ തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്. ആഡേഴ്സിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഹാഫ് ആഡർ, സെക്കൻഡ് വൺ ഫുൾ ആഡർ. അപ്പോൾ സബ്ട്രാക്ടറിലും സെയിം. ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹാഫ് ആഡർ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഹാഫ് ആഡറും ഫുൾ ആഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഹാഫ് ആഡറിൽ 2 ഇൻപുട്ട് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഫുൾ ആഡറിൽ എന്താണ്? അതിന്റെ ഒരു ഇത് ഓവർകം ചെയ്യാൻ, അതിന്റെ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ആഡർ കൊടുക്കുന്നത്. അപ്പൊ 2 ഇൻപുട്ട്സേ ഹാഫ് ആഡറിൽ പോസിബിൾ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ആഡറിൽ എത്ര ഇൻപുട്ടാണ്? 3 ഇൻപുട്ട്സ് ആണ് പോസിബിൾ ആയിട്ട് വരുന്നത്. ഇതിന്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുൾ ആഡർ നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ആഡേഴ്സിലെ ഒരു ഇതെങ്ങനെ വരുന്നതെന്ന് നോക്കാം. 0 + 0 = 0, 0 + 1 = 1, 1 + 0 = 1, 1 + 1 = 1, 0. ഇതിൽ 1 എന്ന് പറയുന്നത് 2 സിഗ്നിഫിക്കന്റ് ബിറ്റുകൾ ഉണ്ടായിരിക്കും. 1 എന്ന് പറയുന്നത് ഇവിടെ ക്യാരി ബിറ്റും 0 എന്ന് പറയുന്നതായിരിക്കും ഇവിടെ സം ബിറ്റും. ഓക്കെ,
ഇത്രയും ശ്രദ്ധിക്കുക. 0 + 0 എന്ന് പറയുന്നത് 0, 0 + 1 എന്ന് പറയുന്നത് 1, 1 + 0 എന്ന് പറയുന്നത് 1, 1 + 1 എന്ന് പറയുന്നത് എന്താണ്? 1 0 ആണ്. ഇതില് ക്യാരി ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1ഉം സം എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ബാക്കി എല്ലായിടത്തും ക്യാരി ബിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിലെ ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അഡീഷൻ ആണ്. അപ്പൊ ഈ ഒരു സിമ്പിൾ അഡീഷനിൽ നമ്മൾ 4 പോസിബിൾ ഓപ്പറേഷൻസ് ആണ് കൺസിസ്റ്റർ ചെയ്യുന്നത്. സിമ്പിൾ അഡീഷൻ കൺസിസ്റ്റ് ഓഫ് 4 പോസിബിൾ എലമെന്ററി ഓപ്പറേഷൻ. ഏതൊക്കെയാണ്? 0 + 0 0, 0 + 1 1, 1 + 0 1, 1 + 1 1 0 ആണ്. ഇവിടെ സം എന്ന് പറയുന്ന ബിറ്റാണ്, 0 എന്ന് പറയുന്ന ബിറ്റാണ് സമ്മിനെയും 1 എന്ന് പറയുന്ന ബിറ്റിനെ ക്യാരിയെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. The first 3 operations produces sum whose length is 1 digit. ബാക്കി എന്താണ്? 0 ആണ് അവിടെ ക്യാരി ബിറ്റ് ഫോളോ ചെയ്തത്. ലാസ്റ്റ് ഓപ്പറേഷൻ performed sum in 2 digits. Higher significant result is called carry and lower significant bit is called. എന്ന് വെച്ചാൽ 0 എന്ന് പറയുന്നത് സമ്മിനെയും 1 എന്ന് പറയുന്നത് എന്താണ്? ക്യാരിനെയും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ഇനി നമുക്ക് എന്താണ് ഹാഫ് ആർഡർ നോക്കാം. Half adder. Half adder is a combinational circuit with 2 inputs and 2 outputs. Half adder is a combinational circuit with 2 inputs. 2 inputs and 2 outputs. Only 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ആണ് ഹാഫ് ആർഡർ സർക്യൂട്ട്സിനുള്ളത്. The half-order circuits is designed to add 2 single-bit binary number. 2 single-bit binary നമ്പറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാഫ് ഓർഡറിൽ ആഡ് ചെയ്യാന്നുള്ളൂ. ഇപ്പൊ എ ആണെങ്കിൽ എ ആൻഡ് ബി 2 വേരിയബിൾ എടുക്കും. ഇറ്റ് ഈസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. ഏതാണ്? നോക്കൂ, എ ആൻഡ് ബി എന്ന് പറയുന്നതാണ് 2 വേരിയബിൾ, സിംഗിൾ ബിറ്റ് ബൈനറി വേരിയബിൾ ആക്കി കൺസിഡർ ചെയ്യുന്നത് എ ആൻഡ് ബി. ഇതിന് നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന ഹാഫ് ഓർഡറിൽ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താന്ന് വെച്ചാല് എന്താണ്? ഒരു ബിറ്റ് സമ്മിനെയും നെക്സ്റ്റ് ബിറ്റ് ക്യാരിയെയും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ അഡീഷൻ 2 സിംഗിൾ ബിറ്റ് നമ്പേഴ്സ് എ ആൻഡ് ബി. ദിസ് സർക്യൂട്ട് ഹാസ് 2 ഔട്ട്പുട്ട്. എന്താണ്? ഏതൊക്കെയാണ്? ക്യാരി ആൻഡ് സം. ഓക്കെ, ഇനി നമുക്ക് ഹാഫ് ആർഡറിന്റെ ട്രൂത്ത് ടേബിള്, ബൂളിയൻ എക്സ്പ്രഷൻ, പിന്നെന്താ അതിന്റെ ഡിസൈനും കോമ്പിനേഷണൽ ഡിസൈനും എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആദ്യം നമുക്ക് ട്രൂത്ത് ടേബിൾ ആണ് നോക്കേണ്ടത്. എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ വരിക? ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും അല്ലേ. എത്ര ഇൻപുട്ടാണ്? 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടുമാണ് ഉണ്ടാവുക. പറഞ്ഞില്ലേ? എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും ബി എന്ന് പറയുന്ന ഔട്ട്പുട്ടും ക്യാരി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടും സം എന്ന് പറയുന്ന വേറൊരു ഔട്ട്പുട്ടും. ഇതാണ് നമ്മുടെ ട്രൂത്ത് ടേബിളിലെ വാരിയബിൾസ് അല്ലേ. ഇനി നമുക്ക് നോക്കാം. എ ബി 0 0 0 1 1 0 1 1. ഇത്രയാണല്ലോ നമ്മുടെ ട്രൂത്ത് ടേബിളിലെ വാല്യൂസ്. ഇനി 0 + 0 എന്താ നമ്മൾ പറഞ്ഞു? 0 അല്ലേ. ക്യാരി എന്താണ്? ക്യാരി അവിടെ 0 ആണ്. 0 + 1 എന്താണ്? 1 ആണ് അല്ലേ. ക്യാരി എന്താ പറഞ്ഞത്? അവിടെ 0 ആയി. സോറി, സമ്മ് 1ഉം ക്യാരി എന്താണ്? 0 ആയിരിക്കും. 1 0 1 + 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് സമ്മ് 1ഉം ക്യാരി എന്താണ്? 0യും ആയിരിക്കും. 1 + 1 എന്താണ്? സമ്മ് 0 ആണ് അല്ലേ പറഞ്ഞത്. സമ്മ് 0യും ക്യാരി എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും. ഇത് നോക്കൂ, ഇത് നമ്മുടെ ഏത് ഓപ്പറേഷന്റെ ഔട്ട്പുട്ടായിട്ട് വരും?
ആൻഡിന്റെ അല്ലേ, ആൻഡ് ഓപ്പറേഷന്റെ ഔട്ട്പുട്ട് ആണല്ലോ ഈ കാണുന്നത്. 1 വന്നാൽ മാത്രം എന്ത് പറയും, 1 വരും. ബാക്കി 0 വരുമ്പോഴൊക്കെ എന്താണ്, ബാക്കി എവിടെയെങ്കിലും ഒരു 0 ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് 0 ആയിരിക്കും. 1 വന്നാൽ, രണ്ടും 1 വന്നാൽ 1 വരും. ഈ ഔട്ട്പുട്ട് എന്തിനാണ്, ആൻഡ് ഓപ്പറേഷൻ അല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതെന്താണ്, ഇത് നമ്മുടെ എക്സോറിന്റെ എന്താണ്, ഔട്ട്പുട്ടാണ് അല്ലേ. ഇത് നോക്കൂ. ഇനി നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ബൂളിയൻ എക്സ്പ്രഷൻ നോക്കൂ. കെ മാപ്പ് വരയ്ക്കുകയാണ്. എ ബി 0 1 0 1. എവിടെ 0 0 വന്നു കഴിഞ്ഞാൽ എന്താ വന്നത്, 0 0 വന്നപ്പം ഔട്ട്പുട്ട് 0 0 0 ആൻഡ് 1 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, 1ന്റെ ഒറ്റ ഗ്രൂപ്പ് അല്ലേ ഉള്ളൂ, ഇത് ചെയ്തു അല്ലേ. ഇവിടെയാണ് നമ്മുടെ ഗ്രൂപ്പിങ്. അപ്പം ഇത് ക്യാരിയുടെ ആണ് കേട്ടോ, ഇത് ക്യാരിയുടെ ആണ് നമ്മൾ നോക്കുന്നത്. 0 0 വന്നപ്പോൾ 0 വന്ന്, പിന്നെ 0 1 വന്നപ്പോൾ 0 1 വന്നപ്പോൾ 0 വന്ന്, 1 1 വരുമ്പോൾ മാത്രമേ എന്ത് ക്യാരിയിൽ 1 വരുന്നുള്ളൂ. ഇത് ഫോർ ക്യാരിയുടെ കെ മാപ്പാണ് കേട്ടോ. അപ്പോൾ 1 1 വരുമ്പോൾ മാത്രമേ എന്ത് വരുന്നുള്ളൂ, 1 വരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ക്യാരിയുടെ ബൂളിയൻ എക്സ്പ്രഷൻ എ ബി അല്ലേ, എ ബി ഇതാണ് ക്യാരിയുടെ ബൂളിയൻ എക്സ്പ്രഷൻ. ഇനി ഫോർ സമ്മ് കെ മാപ്പ് വരയ്ക്കാം. എ ബി 0 1 0 1 എന്താ വന്നത്, 0 0 വരുമ്പോൾ 0 0 1 വരുന്നാൽ 1 1 0 വന്നാൽ 1, മറ്റെന്താണ് 1 1 വന്നാൽ 0. അപ്പം 2 എന്ത് വരയ്ക്കാം, 1നെ ഗ്രൂപ്പ് ആക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെ വരയ്ക്കാം, ഇത് നമുക്ക് എങ്ങനെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതാം. എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, എ ബി ബാർ പ്ലസ് എ ബാർ ബി അല്ലേ, എ ബാർ ബി ഇതാണല്ലോ നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻ. ഇത് എന്തിൻ്റെ എക്സ്പ്രഷനാണ്, എ എക്സോർ ബി അല്ലേ, എ എക്സോർ ബിന്റെ ബൂളിയൻ എക്സ്പ്രഷനാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ ഡിസൈൻ വരയ്ക്കണം. നമുക്കിത് കിട്ടി, എ ബി കിട്ടി, എ എക്സോർ ബി കിട്ടി, അല്ലെങ്കിൽ എന്താണ് എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഡിസൈൻ വരയ്ക്കാം, എ ഇൻറ്റു ബി അല്ലേ, എ ഇൻറ്റു ബി. ആദ്യം നമുക്ക് എ എക്സോർ ബി എങ്ങനെ വരയ്ക്കാം, എ എക്സോർ ബി നമ്മൾ എങ്ങനെ വരയ്ക്കും, ഇതാണല്ലോ, അങ്ങനെയാണല്ലോ എ എക്സോർ എന്ന് പറയാം. ഇതിൽ നമ്മൾ എന്ത് കൊടുക്കണം, എയും ബിയും കൊടുക്കണം. ഇതാണ് നമ്മുടെ എ എക്സോർ ബി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സമ്മ്. ഇനി എന്താണ്, ഒരു എ ബിയുടെ ഒരു എന്താ ആൻഡ് ഓപ്പറേഷൻ ആണ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആൻഡിൽ കൊടുക്കുക. ഇതാണ് നമ്മുടെ ക്യാരി. ഇത്രയാണ് നമ്മുടെ ഹാഫ് ആർഡറിന്റെ ട്രൂത്ത് ടേബിള്, ബൂളിയൻ എക്സ്പ്രഷൻ, പിന്നെന്താ നമ്മുടെ ഡിസൈനും കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടും. ഇത്രയാണ്. അപ്പം ആദ്യം എന്ത് പറഞ്ഞു, ഹാഫ് ആർഡറിൽ 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. എ ആൻഡ് ബി എന്ന് പറയുന്നത്, എ ബി എന്ന് പറയുന്ന 2 ഇൻപുട്ട്, സമ്മ് ക്യാരി എന്ന് പറഞ്ഞിട്ട് 2 ഔട്ട്പുട്ടും കിട്ടി. ഇവിടെ എന്ത് പറഞ്ഞു, 0 + 0 വന്നാൽ 0, 0 + 1 വന്നാൽ 1, 1 + 0 പറഞ്ഞാൽ 1, 1 + 1 പറഞ്ഞാൽ 1 ക്യാരിയും 0 എന്ന് പറഞ്ഞത് സമ്മും ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണ്. എ ബി 2 ഇൻപുട്ടും ക്യാരി സം എന്ന് പറഞ്ഞിട്ട് 2 ഔട്ട്പുട്ടും ഉണ്ട്. എ ബി എന്താ 0 0 വന്നാൽ ക്യാരി 0 സമ്മ് 0, 0 1 വന്നാൽ ക്യാരി 0 സമ്മ് 1, 1 0 വന്നാൽ ക്യാരി 0 സമ്മ് 1, 1 1 വന്നാൽ ക്യാരി 1 സമ്മ് 0. ഇതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വരച്ചു, കെ മാപ്പ് വരച്ച് ബൂളിയൻ എക്സ്പ്രഷൻ കണ്ടു. ഈ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഡിസൈനും വരച്ചു, ലോജിക് സർക്യൂട്ടിന്റെ ലോജിക് ഡിസൈനും വരച്ചു. ഇത്രയാണ് ഹാഫ് ആഡർ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഫുൾ ആഡർ എന്താണെന്ന് നോക്കാം.